ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം മുൻപേ തോന്നുന്നു അതിന്റെ ഒരു ടീസർ അവർ പുറത്തു വിട്ടിട്ട് കൂടുതൽ അപ്ഡേറ്റ്സും പലതവണയായിട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഈ പറഞ്ഞ റിലീസ് ഒരുപാട് തവണ മാറ്റിയിട്ടൊക്കെ വന്നിട്ടുള്ള സിനിമയായിരുന്നു. കുറെ മുൻപ് ഇറങ്ങേണ്ട സിനിമയായിരുന്നു. വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 3Dയിലാണ് വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ടൊവിനോയുടെ ഒരു ട്രിപ്പിൾ റോൾ വരുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ടൊവിനോ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ട്രിപ്പിൾ റോൾ, ഡബിൾ റോൾ. മുൻപ് അഭിനയിച്ച ഡബിൾ റോൾസ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലൊന്നും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ട്രിപ്പിൾ റോളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യുന്ന റോളാണ്. പിന്നെ പീരിയോഡിക് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടൊരു സിനിമയാണ്. അത് ഫസ്റ്റ് ടീസർ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇന്ന് ട്രിവാൻഡ്രം ലുലുവിൽ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആകാശത്ത് നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനേക്കാളും പ്രകാശത്തിൽ വടക്ക് കരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കണ്ണൂരെ കുറിച്ച് പറഞ്ഞു. കട്ടുമുട്ട് നടക്കുന്നതിനെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളം ഓൻ ഏലിയും വരും. കൊള്ളിട്ടാലും മടിയില്ല. ഇങ്ങോടെ നിൽക്കണം. വണ്ടി മണിയടി. ടൊവിനോ ആസ് മണിയൻ, അജയൻ ആൻഡ് കുഞ്ഞിക്കേളു. ഹലോ. സ്വർണത്തിനേക്കാളും ഐശ്വര്യ രാജേഷ്. Three generation of Congress. Hey, Basil Joseph. ഡയലോഗ് ഡെലിവറിയൊക്കെ കൊള്ളാട്ടോ. മറ്റന്നാ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കളറാണ്. രാജാവിന്റെ ചതുരംഗപ്പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേലുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് ഹരീഷ്. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് എന്റെ ചോരന്റെ കുണ കൊണ്ടവൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയൻ പോയിട്ടുള്ളൂ. മണിയെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഈ ചെയ്യാതിക്കാവില്ല. ജിതിൻ ലാൽ. ഓണം ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം പ്രോമിസിങ് സാധനം തന്നെയാണ്. നമുക്ക് ഓണത്തിന്റെ റിലീസായിട്ട് വരുന്നത്. ഓണത്തിന് നമുക്കറിയാം 5-ാം തീയതി ഗോട്ട് റിലീസ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ബറോസ് റിലീസ് ആദ്യം വെച്ചിരുന്നു സെപ്റ്റംബർ 12-ന്. അത് പിന്നെ റിലീസ് മാറ്റിപ്പോയി. പിന്നെ ഇപ്പതാ ആമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉള്ള മൂവി. ഇപ്പം എനിക്ക് കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് ഓണത്തിന് ഇറങ്ങാവുന്ന സിനിമകളിൽ ഒരെണ്ണം ആമാണ്. പിന്നെ ഒരെണ്ണം കൊണ്ടൽ, നമ്മുടെ ആന്റണി പെപ്പെ ആളുടെ ഒരു ഫൈറ്റ് ഇടിപ്പടം. അപ്പോൾ എന്തായാലും ഈ ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ പ്രോമിസിങ് തന്നെയാണ്. ജിതിൻ ലാൽ പുള്ളി ആദ്യത്തെ ഡയറക്ഷനാണ്. അതിന് മുന്നേ കൽക്കിയുടെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോമിസിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ആവട്ടെ. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന ട്രെയിലർ കണ്ടിട്ടേ ആൾക്ക് പണി അറിയാം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ലെവൽ ഓഫ് മേക്കിംഗ് വൈസ് ഒരു കോംപ്രമൈസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2 പേരുണ്ട് ആക്ച്വലി. ഒരാൾ സുജിത് നമ്പ്യാരും പിന്നെ ദീപു പ്രദീപ് നമുക്ക് കുഞ്ഞിരാമായണം, പിന്നെ അതേപോലെ കുറച്ച് ഗുരുവായൂർ അമ്പലനടയിൽ, പിന്നെ അങ്ങനെ കുറച്ച് വർക്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ്. പിന്നെ സുജിത് നമ്പ്യാർ എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും കേട്ടിട്ടില്ല വേറെ സിനിമയിലൊന്നും അങ്ങനെയൊന്നും. സുജിത് നമ്പ്യാർ ചെറുക്കുന്ന ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. ഇവർ രണ്ടുപേരുടെയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസ് ബൈ ലിസ്റ്റിൻ സ്റ്റീഫൻ, നമുക്കറിയാം മലയാളി ഫ്രം ഇന്ത്യ, അതിന് മുന്നേ ഒരുപാട് മാജിക് ഫ്രെയിംസിൻ്റെ ഒക്കെ ആള്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ സിനിമയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 നായകന്മാരും വരുന്നുണ്ട്. ടൊവിനോയ്ക്ക് 3 റോളാകുമ്പോൾ 3 നായകന്മാർ ടൊവിനോയുടെ ആ 3 ക്യാരക്ടേഴ്സിനുണ്ട്. ഒന്ന് സുരഭി ലക്ഷ്മി, ഐശ്വര്യ രാജേഷ്, പിന്നെ ഒന്ന് കീർത്തി ഷെട്ടി. അപ്പോൾ അതാണ് കീർത്തി ഷെട്ടി അല്ല, കൃതി ഷെട്ടി. അങ്ങനെ 3 പേരാണ്. ആക്ച്വലി ഇവർ എനിക്ക് കണ്ടിട്ട് ഈ സിനിമ തിയേറ്റർ കൊടുക്കാനുള്ള ഒരു ഐറ്റം ആയിട്ടാണ് തന്നെയാണ് വരുന്നത്. കാര്യം 3D ഒന്നാമത്തെ കാര്യം. മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് 3D മൂവി നമ്മൾ കണ്ടിട്ടില്ല. കുറേ കാലം ആയാലും ഒരു 3D മൂവിയൊക്കെ മലയാളത്തിൽ നിന്നും വന്നിട്ട് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതെന്തായാലും ഈ ഒരു സിനിമ ഈ ട്രെയിലർ കണ്ടിട്ട് തന്നെ പല വാൽനക്ഷത്ര വരുന്ന സീൻസ് കുറച്ച് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു കള്ളൻ്റെ കഥ പറയുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം 3 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആളുടെ ഒരു പീരിയോഡിക് പഴയ കാലഘട്ടത്തെ ആയിരിക്കും കൂടുതലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, നന്നായിട്ടൊരു തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ഐറ്റം ഇതിനകത്ത് ഉണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ടൊവിനോയുടെ സിനിമ ചരിത്രത്തിൽ ഒരു വലിയൊരു നാഴികക്കല്ല് സൃഷ്ടിക്കട്ടെ. ആക്ച്വലി ഈ സിനിമ വലിയൊരു എന്താ പറയുക, പുള്ളി പാൻഡിയൻ ലെവലിലേക്ക് റീച്ച് കിട്ടുന്ന ഒരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആഫ്റ്റർ മിന്നൽ മുരളി നമുക്കറിയാം പല ഭാഷകളിലായിട്ട് OTT റിലീസായിരുന്നു എങ്കിൽ പോലും അത്യാവശ്യം റീച്ച് കിട്ടിയ സിനിമ തന്നെയായിരുന്നു. അതിനുശേഷം ടൊവിനോടായിട്ട് വരുന്ന ഒരു പാൻഡിയൻ ലെവൽ മൂവിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ക്രൂവിന് ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നമുക്കും കിട്ടട്ടെ അല്ലേ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.